സുഹൃത്തുക്കളെ, ഇതാണ് അയിനിച്ചക്ക. അയിനിച്ചക്ക അറിയാത്തവരുണ്ടാവുമോ എന്ന് തോന്നിയില്ല. അതേപോലെ തന്നെ ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കുരു എല്ലാവരും വറുത്ത് കഴിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെ കുരു വറുത്ത് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. വേറൊരു ലെവലാണ്. അയിനിച്ചക്ക കഴിക്കാത്തവരും അതേപോലെ തന്നെ ഇതിൻ്റെ കുരു വറുത്ത് കഴിക്കാത്തവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ ഇതിനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളിതിനെ അയിനിച്ചക്ക എന്ന് പറയും. നിങ്ങളെന്താണ് പറയാറ്? എൻ്റെ കുട്ടിക്കാലത്ത് ഇതിൻ്റെ മരം ധാരാളം ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറി പറിച്ച് പഴുപ്പിച്ച് പഴം കഴിക്കാറുണ്ട്. അതേപോലെ കുരു ധാരാളം വറുത്ത് കഴിച്ചിട്ടുണ്ട്. ഇന്ന് മരങ്ങൾ എണ്ണത്തിൽ വളരെ കുറഞ്ഞെങ്കിലും ഇന്നത്തെ ചെറുപ്പക്കാരും ഈ മരത്തിൽ കയറി ഇത് പൊട്ടിച്ച് പഴുപ്പിച്ച് കഴിക്കാൻ മെനക്കെടാറില്ല. ഒരു കാലത്ത് നമ്മുടെ പഴമക്കാരുടെ വിശപ്പ് തീർത്തിരുന്ന ഒരു ഫലമാണിത്. അന്ന് അവരിതിൻ്റെ പച്ച തോരൻ വെച്ച് കഴിക്കുമായിരുന്നു. ഇന്നിപ്പോൾ റോഡ് സൈഡിൽ അയിനിച്ചക്കട കച്ചവടക്കാർ ധാരാളം ഉണ്ട്. കൂടുതലും മൂക്കാത്ത പഴങ്ങളാണ് അവർ പഴുപ്പിച്ച് കൊടുന്ന് വിൽക്കുന്നത്. ഒരുവിധം മൂത്ത് പഴുത്ത അയിനിച്ചക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് നല്ല പുളിമധുരമായിരിക്കും. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. ഇതാണ് ഇതിൻ്റെ കുരു. ഇതൊന്ന് ചെറുതായി ഉണക്കിയതിന് ശേഷമാണ് വറുക്കുക. ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് ഈ മരം പൂക്കുന്നത്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളാണ് അയിനിച്ചക്കയുടെ വിളവെടുപ്പ് കാലം. പഴുത്ത അയിനിച്ചക്കയിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഔഷധ ഗുണങ്ങൾ ഉള്ളതായി ആയുർവേദ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.